നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഏത് പ്രതികൂലത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതാണോ? റിലേഷൻഷിപ്പിലുള്ള പാളിച്ചയാണോ? കടഭാരമാണോ? ജോലി നഷ്ടപ്പെട്ടതാണോ? ബിസിനസ് തകർന്നതാണോ? എന്തു തന്നെ ആയിരുന്നാലും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഇത് പരാജയപ്പെട്ടവരുടെ വീണിടത്തു നിന്നും എഴുന്നേറ്റവരുടെ ഫോർമുലയാണ്. റെഡിയാണോ? നമസ്കാരം, ഞാൻ നിങ്ങളെ സ്വന്തം ജിജി. ജീവിതത്തിൽ പരാജയങ്ങൾ വന്നതുകൊണ്ട് തളർന്നു പോയവരാണോ നിങ്ങൾ? നിങ്ങളുടെ ബിസിനസ് തകർച്ചയാണോ? നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതാണോ? ധനനഷ്ടമാണോ? എന്തായിരുന്നാലും നമ്മുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണെന്ന് ഓർക്കുക. എല്ലാവരും ഈ പാതയിൽ കൂടി കടന്നുപോയവർ തന്നെയാണ്. ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിയവരൊക്കെയും അവരുടെ ജീവിതത്തില് പല പ്രതികൂലങ്ങളിൽ കൂടെയും പല പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയവരാണ്. എന്നാൽ അവർ അതിനെ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. എന്നാൽ അവിടെ പലപ്പോഴും പ്രയാസങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം. എന്നാൽ നമ്മൾ അതിനെ ഡെന്നി ചെയ്തിട്ട് കാര്യമില്ല. അത് സംഭവിച്ചു, അത് കഴിഞ്ഞു, അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ ഒത്തിരി ആൾക്കാര് ആ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഓർത്ത്, അല്ലെ ഒരു പരാജയം വരുമ്പോൾ അതിനെ ഓർത്ത് വേദനിച്ച് കഴിയുകയാണ്. വീണ്ടും വീണ്ടും ചിന്തിച്ച് ഒരു 100 തവണയെങ്കിലും നമ്മൾ അതിനെ ചിന്തിക്കും, അല്ലെ? ആ വേദന നമ്മൾ 100 തവണയും അനുഭവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കുണ്ടായ ഒരു പരാജയം, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു പ്രതിസന്ധി, പലപ്പോഴും അതിനെ വലുപ്പം നമ്മളാ കൂട്ടുന്നത്. അത് ചിന്തിച്ച് അതിനെ വ്യാപ്തി നമ്മൾ കൂട്ടും. എന്നാല് അതിനെ ഒരു റൈറ്റ് പെർസ്പെക്റ്റീവ് വെച്ചതുകൊണ്ട് നമ്മളോട് തന്നെ ചോദിച്ചു കൊടുക്കുക, ഞാൻ ചിന്തിക്കുന്ന അത്രയും വലുതാണോ എന്റെ ഈ പ്രശ്നം? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി എന്തുകൊണ്ട് എന്ന് നമുക്ക് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. എന്നാൽ അതിൽ നിന്ന് എന്ത് ഞാൻ പഠിച്ചു എന്നുള്ളതിന് ഉത്തരമുണ്ട്. നമ്മുടെ ലൈഫില് പലപ്പോഴും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതെനിക്ക് മാത്രം എന്തുകൊണ്ട് എന്നാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുണ്ട്. എല്ലാവരും ഇതിനെ ഓവർകം ചെയ്താണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. നിങ്ങളുടെ മാത്രം കാര്യമല്ല. എന്നാൽ നമ്മൾക്ക് ഈ പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് കിട്ടിയത്? എന്താണ് നമുക്കതിൽ പഠിക്കുവാൻ പറ്റിയത്? ഇനിയും എൻ്റെ ജീവിതത്തിൽ ആ പരാജയം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം എന്ത് ആക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റും? എന്ത് ലേണിംഗ് ഞാൻ എടുക്കും? നമ്മളോട് തന്നെ ചോദിച്ചു കൊള്ളുക. ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ കടന്നു പോകുന്ന പാത സ്ട്രെയിറ്റ് ഹൈവേ ആണോ? ഒരിക്കലുമല്ല. അവിടെ ചെറിയ ചെറിയ കുന്നുകൾ ഉണ്ടാകാം, കയറ്റ ഇറക്കങ്ങൾ ഉണ്ടാകാം, അയാൾ പോകുന്ന പാതയിൽ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാകാം, കേർവ്സ് ഉണ്ടാകാം. ചിലപ്പോൾ ഗ്രിപ്പ് തെറ്റി അയാൾ താഴെ വീണെന്നിരിക്കാം, സ്ലിപ്പായി പോയെന്നിരിക്കാം. എന്നും കൊണ്ട് അദ്ദേഹം ആ കയറുന്നത് നിർത്തുകയാണോ? അല്ല. അവിടെ വരെ കടന്നു വന്നതിന് അദ്ദേഹത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ മൗണ്ടന്റെ ഏറ്റവും ഉയരത്തിൽ ഞാൻ എത്തും എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ കടന്നു പോകുന്ന പാതയില് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ കയറ്റം നിർത്തുകയില്ല. ഇന്ന് പലരും ജീവിതത്തിൽ പരാജയങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ തന്നെത്താൻ കുറ്റം പറഞ്ഞുകൊണ്ട് ക്വിറ്റ് ചെയ്തു പോകുന്നവരാണ്. അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയും. അതൊക്കെ ശരിക്കും പറഞ്ഞാല് ആ ഒരു നിമിഷത്തെ നമ്മള് ചിന്തിക്കാതെ തീരുമാനമെടുക്കുന്നത് കൊണ്ടാണ്. ശാന്തമായി ചിന്തിക്കുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക. ഒരു ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തൊന്ന് ആലോചിക്കുക, എനിക്കിതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഞാൻ എന്ത് ആക്ഷൻ എടുക്കും. ആദ്യം
ആദ്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ആ പരാജയത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷമായിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് റീപ്രോഗ്രാം ചെയ്യുക. ഇനി ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ തരണം ചെയ്യും. നമ്മളോട് തന്നെ നമ്മൾ പറയുക, എന്നെ കൊണ്ട് കഴിയും, എനിക്ക് സാധിക്കും, ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചാടിക്കടക്കും. ഏത് പ്രതികൂലങ്ങൾ വരുമ്പോഴും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട. ഇതിനെ എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക, തീരുമാനമെടുക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കൽ ഒരച്ഛനും മകനും കൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ടയർ പഞ്ചറായി, ടയർ ബ്രേക്കായി. ആ അച്ഛൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ടയർ റിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ആ മകൻ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഈ ടയർ ബ്രേക്കായി, അതുകൊണ്ടല്ലേ നമ്മുടെ യാത്ര മുടങ്ങിപ്പോയത്, അല്ല ലേറ്റ് ആയി പോയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി, ഇതൊരു TV അല്ല, അത് ഓൺ ചെയ്താലുടനെ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം വരാൻ. ഇത് ലൈഫാണ്, ഈ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അതിന് ഞാൻ ഇത് പഠിച്ചിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റിയതല്ലേ. അപ്പൊ നമ്മൾക്കൊരു പരാജയം വരുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിതം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ലേണിംഗ് എടുക്കുക, പുതിയ സ്കിൽസ് പഠിക്കുക, നമ്മുടെ ലൈഫ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. കടൽ ശാന്തമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു മികച്ച ക്യാപ്റ്റൻ ഉണ്ടാവുകയില്ല. കാറ്റും കോളും നിറഞ്ഞ ആ കടൽ കൂടെ ആ ഷിപ്പ് ഓടിച്ച് അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോയി പരിചയമുള്ളത് കൊണ്ടാണ് ഒരു മികച്ച ക്യാപ്റ്റനായി തീർന്നത്. ഒരു ബിൽഡർ തന്റെ ബിൽഡിംഗ് പണിയുമ്പോൾ അത് ശരിക്കും ആദ്യം തുടങ്ങുന്ന എവിടെ നിന്നാണ്? ചെളിയിൽ നിന്നല്ലേ, മണ്ണിൽ നിന്നല്ലേ. അപ്പോൾ അല്ലേ ഇതിവിടെ മൊത്തം അഴുക്കാണ്, എന്നെ കൂടി ഇവിടെ ഈ മണ്ണിൽ പണിയാൻ തുടങ്ങിയില്ല എന്ന് ആ ബിൽഡർ പറയുകയാണെങ്കിൽ എങ്ങനെ അവിടെ അയാൾക്കൊരു പാലസ് അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് പണിതെടുക്കാൻ പറ്റും? അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം തുടങ്ങുന്നത് താഴ്ചയിൽ നിന്നാണ്. ആ താഴ്ചയിൽ നിന്നാണ് നമ്മൾ ഓരോ പടികളും കടന്ന് മുമ്പോട്ട് പോകുന്നത്. ആ ജീവിത പാതയിൽ നമ്മൾ അനേകരെ കണ്ടുമുട്ടും. അനേക ദുർഘട നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നമ്മൾ പഠിക്കുക. അന്ന് ഏതെല്ലാം അവസരങ്ങൾ നമുക്ക് വരുന്നുവോ അതെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പരാജയ ഭീതി വേണ്ട. നമ്മുടെ ഓരോ പരാജയങ്ങളും നമ്മളെ തളർത്തുവാനല്ല, കൂടുതൽ ശക്തരാക്കുവാണ്. അപ്പോൾ നമ്മുടെ ജീവിതമാവുന്ന ഈ ഷിപ്പ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാന് പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഒക്കെയും ഓവർകം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നിങ്ങൾക്ക് നൽകി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുക. ആക്ഷൻ എടുക്കാൻ തയ്യാറാകുക, പഠിക്കുവാൻ തയ്യാറാക്കുക. പരാജയത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എന്ത് ലേണിംഗ് ആണ് ഞാൻ എടുത്തതെന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം സക്സസ് ആയി തീരും. അപ്പോൾ 3 വാക്ക്: ഞാൻ ഇവിടെ വിജയിക്കും. നമ്മുടെ റെഡിനെസ് നമ്മളെ സക്സസിലേക്ക് എത്തും. അപ്പോൾ ഇനി ആരും പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോഴും സങ്കടപ്പെടുകയില്ലല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പരാജയ ഭീതിയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായി കാണുന്നവരെയും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ബൈ.